2013 ശരി മഴക്കാലമൊന്നുമല്ല, മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു കാലാവസ്ഥയുള്ള സമയമാണ്. അന്ന് ബസ്സിലാണ് വൈകുന്നേരം വീട്ടിലേക്ക് പോകാറുള്ളത്. ഏകദേശം എനിക്ക് തോന്നുന്നു 6:30 കഴിഞ്ഞിട്ടുണ്ടാവും. ഇറങ്ങുന്ന സമയത്ത് ആകാശത്ത് നല്ല ഇരുട്ട് ഇങ്ങനെ വ്യാപിച്ചിട്ടുണ്ട്. ശരിക്കും ഈ ഇരുട്ടാവുക ചെന്ന് ഒരു 6:50 7 മണിയൊക്കെ ആകുമ്പോഴാണ് ശരിക്കും ഇരുട്ട് വരാറുള്ളത്. പക്ഷെ അന്ന് സാധാരണത്തിലും കവിഞ്ഞിട്ടും ചെയ്യുന്നുണ്ട്, ഒരു മഴയൊക്കെ വരുന്നത് പോലെ ഒരു പ്രതീതിയൊക്കെ ഉണ്ട്. പുറത്തിറങ്ങി കുറച്ച് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴേക്ക് തന്നെ അതിശക്തമായിട്ട് മഴ അങ്ങനെ പെയ്യാൻ തുടങ്ങി. ഞാനന്ന് നല്ല കുട്ടിയാണ്, കാരണം ഞാൻ കുടയൊക്കെ എടുത്തിട്ട് നല്ല സുരക്ഷിതമായിട്ടേ വരാറുള്ളൂ. അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ കുടയുണ്ട്. മുന്നോട്ട് നടക്കുമ്പോൾ എൻ്റെ നേരെ ഇപ്പുറത്തുള്ള ആ സൈഡിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരാളിങ്ങനെ മഴ കൊണ്ടിട്ട് മുന്നോട്ട് പോകുന്നുമില്ല, എന്നാലോ ഇങ്ങോട്ട് കയറി നിൽക്കുന്നുമില്ല. നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത ആളാണ്, മുഖത്ത് ഭയങ്കരമായിട്ടൊരു വിഷമമൊക്കെ ഉണ്ട്. ആളിങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് എന്ത് ചെയ്തു, മഴയത്ത് നിൽക്കേണ്ട ഒരു കുട ആൾക്ക് ചൂടി കൊടുത്തു. പിന്നെ ആൾ എൻ്റെ കൂടെ അങ്ങ് നടക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഞാൻ മുന്നോട്ട് നടന്നു. കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ട ആളൊന്നും മിണ്ടുന്നില്ല. അവസാനം സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്തി. ആൾ എന്നെ ഒന്നിങ്ങനെ അടുത്തേക്ക് പിടിച്ചിട്ട് ഒരു താങ്ക് യു പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്ന തരത്തിൽ ആളെന്ത് ചെയ്യുന്നു, ഒന്ന് കൂട്ടി പിടിച്ചു എന്നെ. എന്നിട്ട് ആളങ്ങ് പോയി. അതിൻ്റെ മുന്നേ ഞാൻ ആളെ കണ്ടിട്ടില്ല, അതിന് ശേഷവും ഞാൻ ആളെ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് അയാൾ ആ കൂട്ടിപ്പിടുത്തുന്നൊരു കാര്യം മനസ്സിലായി, അയാൾ എന്നോട് താങ്ക് യു പറഞ്ഞതാണെന്ന്. ജീവിതത്തിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് നടക്കുന്നുണ്ടാവും. ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മൾ അറിയാതെ ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അറിയാതെ ചെയ്യുന്ന സപ്പോർട്ടുകൾ എപ്പോഴും ആളുകൾക്ക് ഭയങ്കരമായിട്ട് അവർക്ക് ഫീലായിട്ട് കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇപ്പോൾ ഞാൻ മഴയെ പറ്റി പറയാം, അല്ല മഴ കൊള്ളണ്ട, നിങ്ങൾ അവിടെ നിൽക്കണ്ട, കയറി നിന്നോ എന്ന് പറയുന്നതിന് പകരം കുട കൊടുത്ത സമയത്ത് അദ്ദേഹത്തിന് എൻ്റെ കൂടെ നടക്കാൻ തോന്നിയതും നമ്മൾ കൊടുത്ത ആ മനസ്സിൻ്റെ അകത്തുനിന്ന് കൊടുത്താന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടാവും. ഇതിനെയാണ് ശരിക്കും നമ്മൾ എമ്പതി എന്ന് പറയുക. നമ്മൾ ശരിക്കും എമ്പതിക്കലാവണം എപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്ലേ. എമ്പതി എന്ന് പറഞ്ഞാൽ എന്താ, മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കൂടെ നിന്ന് കൊടുക്കുക എന്നുള്ള. നമുക്ക് പറ്റുന്ന ചില സമയങ്ങളിൽ നമ്മൾ നിശബ്ദരായി നിന്ന് കൊടുക്കലായിരിക്കും, മൗനിയായി നിന്ന് കൊടുക്കലും ചിലപ്പോൾ എന്തായിരിക്കും ചില ആൾക്കാർക്ക് ആശ്വാസമായിരിക്കും. ചില സമയത്ത് അവരുടെ തോളിലൊന്ന് കൈവച്ച് കൊടുത്താൽ മതിയോ. ഇങ്ങനെ പറയുന്ന ഒരു തലമുറയായിട്ട് നമുക്ക് മാറുക എന്നുള്ളതാണ് നമ്മളെ കോർ വാല്യൂസിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ മഴയത്ത് മഴ കൊള്ളാതെ പോകാൻ പറ്റുന്ന കുടകളായിട്ട് തീരാൻ നമുക്ക് കഴിയട്ടെ.